കടയ്ക്കൽ കുമ്മിളിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടി. വിൽപ്പന നടത്താനായി ഓട്ടോറിക്ഷയിലെത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് പിടികൂടിയത്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നേമത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത രീതിയിൽ വിൽപ്പന നടത്താനായി എത്തിച്ച 300 കിലോയോളം വരുന്ന കോഴിയിറച്ചിയാണ് കടയ്ക്കൽ പോലീസും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് പിടികൂടിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കടയ്ക്കൽ പോലീസ് കേസെടുത്തു. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും അൽഫാം, ഷവായി, ഷവർമ തുടങ്ങിയവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കട്ട് ചെയ്യാത്ത 300 കിലോയോളം വരുന്ന പഴകിയ കോഴിയിറച്ചിയാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പിടികൂടിയത്. രാവിലെ 10 മണിയോടുകൂടി കുമ്മിൾ ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നിന്നും വലിയ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കുമ്മിൾ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്തിനെയും കടയ്ക്കൽ പോലീസിനെയും വിവരമറിയിച്ചു. ആരോഗ്യവകുപ്പെത്തി പരിശോധന നടത്തിയപ്പോൾ യാതൊരു സുരക്ഷയുമില്ലാതെ ഹോട്ടലുകളിലും ബേക്കറികളിലും വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഴകിയ ഇറച്ചിയാണെന്ന് കണ്ടെത്തി. ഓട്ടോറിക്ഷയിൽ ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അങ്ങനെ പോലീസ് സംശയത്തിന് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിലും കുമ്മളിൽ 1-2 കടകളിലും കടയ്ക്കലും ചടയമംഗലം, ഓയൂര് അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ സാധനം കൊണ്ട് കുഴിച്ച് പോലീസ് ഹെൽത്തുകാരെ ഏൽപ്പിച്ച് ഹെൽത്തുകാർ ഇവിടെ അടുത്തുള്ള ഒരു കോറിയുടെ സമീപത്തോട്ട് കുഴിച്ചിടാൻ കൊണ്ട് പോയിട്ടുണ്ട്. ഇത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർന്ന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സാന്നിധ്യത്തിൽ കുമ്മിളിന് സമീപമുള്ള ക്വാറിയിൽ കുഴിയെടുത്ത് ഇറച്ചി കുഴിച്ചു മൂടുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെയും ഓട്ടോറിക്ഷയും കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.